ഭയങ്കര വേദനാജനകമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. അതെ. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വേൾഡ് കപ്പ് തോറ്റേന്റെയും അതേപോലെ ബെറ്റ് വെച്ചതിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെയും റീൽസിന്റെയും പിന്നാലെ പോകുമ്പോൾ ഡൽഹിയിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും അത് ഡൽഹിയിലല്ലേ എന്ന്. ഡൽഹി കേരളത്തിലാണ്. അവിടെ കടന്ന് റോട്ടിൽ കടന്ന് കൊടിയ പീഡനം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളില്ലേ, നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവരവിടെ കടന്ന് അനുഭവിക്കുന്നത്. പലരും പറയുന്നുണ്ട് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് പോലും പലർക്കും അറിയില്ല. ആരും അത് അന്വേഷിച്ചും പോയിട്ടില്ല. പല വാർത്താ ചാനലുകളും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോള് +2 ആണ്. നാളെ അവളും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ ഒക്കെ നാളെ ഒരു നീറ്റ് എക്സാമും ഒക്കെ എഴുതുന്ന സമയത്ത് ഈ ഒരു ചോദ്യപേപ്പർ ചോരുന്ന അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് എന്തോ ആവാന്നുള്ള ഒരു കാലഘട്ടത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന ഒരു പ്രതീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾക്കെതിരെ ആണെങ്കിലും അവിടെയുള്ള ചെറിയ കുട്ടികളാ, അവർക്കെതിരെയൊക്കെ അവിടെ നടക്കുന്ന പീഡനം നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുക. നമ്മളുടെ ഇവിടെയുള്ള മാക്സിമം ഇപ്പൊ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തി നിൽക്കുന്നവരൊന്നും അതിനെതിരെ ഒരു വാക്ക് പോലും ശബ്ദിക്കുന്ന കണ്ടില്ല ഞാന്. സംസാരിക്കാണെങ്കിൽ തന്നെ അവര് വർഗീയവാദികൾ അതെ, അതിന് നെഗറ്റീവ് കാണാൻ കമന്റ്സ് വന്ന് കണ്ടു ഒക്കെ വേറൊരു തരത്തിലേക്ക് ചിന്തിക്കുന്നത്. ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ കിടന്ന് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ പൈസ ഉള്ളവന് എഞ്ചിനീയർ ആവാ, ഡോക്ടർ ആവാ, എല്ലാതും ആവാ. അതെ, വ്യാജ ഡോക്ടേഴ്സ് ഒക്കെ വരും. കാരണം ഭാവിയില് ഓപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ കത്രിക മറന്നു വെച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കിടെ അവരുടെ കൈ തളർന്നു പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നേരായ മാർഗത്തിലൂടെ അവർ പഠിച്ച് പരീക്ഷ എഴുതി അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തട്ടെ. അതല്ലേ വേണ്ടത്. അല്ലാതെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അപ്പൊ എൻ്റെ മക്കളെ ഏത് ലെവലിലേക്കും എത്തിക്കാന്നുള്ള ഒരു ചിന്താഗതി മാറട്ടെ. അപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്യുന്നവർക്ക് ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമാണ്. ചോദ്യം ചെയ്യണം. തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യാം. അതിന് അധികാരമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവത്തിനെ കുറിച്ചിട്ട് മാക്സിമം ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡിങ് ആണ്. സോഷ്യൽ മീഡിയത്തെ ആൾക്കാരെ ഇത് കയ്യിലെടുത്താൽ കണ്ണു തുറക്കാം. അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഓരോരുത്തരും അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം. നമ്മുടെ അധികാരികളിലേക്ക് ഇതെത്തിക്കണം. മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവര് മാക്സിമം അത് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഭാവി ശോഭനീയമാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകണമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് പോവും. ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. വരും തലമുറ വളരെ നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോട്ടെ അല്ലേ. ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഉള്ളത് കാരണം കൊണ്ട് അവിടെ ചോദ്യം ചെയ്യുന്നത് അത് വേറൊരു വിഷയം. ചോദ്യം ചെയ്യാൻ പിന്നെ ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും കാണില്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സിന് പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും. അതെ അതെ അതെ. അപ്പൊ ഇതിന്റെ ഇടയിലാണെങ്കിലും ഇതൊരിക്കലും വീണ്ടും പറയാണ്, ഞങ്ങള് ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതിന്റെ പേരിലോ ഒന്നുമല്ല. നമുക്ക് കാണുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ അവര് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.